പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 10 ഞായറാഴ്ചയാണ്. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരും അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതിയിൽ വായിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്, തലയോട്ടിലെ സിസ്റ്ററുകളുടെ ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അരസിസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസ്ഥാനത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഫെബ്രുവരി 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പം പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിന് 5:12 വയസ്സ് ഫെബ്രുവരി. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ടാണ്. കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴല്ല, അതാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ്. അതാണ് കട്ടിയുള്ള ഭക്ഷണം. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലമാകത്തുള്ളൂ. അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, ഒരു കാഴ്ച ബംഗ്ലാവാണ്. കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട, ഐസുണ്ടയുടെ അകത്തൊരു ഇറച്ചി ഇരിപ്പുണ്ട്. ഒരു ഹിമക്കരടിനെ ആ കാഴ്ചബംഗ്ലാവിൽ വളർത്തുന്നുണ്ട്. ഹിമക്കരടി ഈ ഐസുണ്ട് ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും, ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കമൻട്രി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹിമക്കരടികൾ ധ്രുവപ്രദേശത്തല്ല ഉള്ളത്. അപ്പോൾ ഈ ധ്രുവത്തിലിങ്ങനെ മഞ്ഞുമൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത്. മഞ്ഞുരുകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഉറച്ചു പോവില്ല. അങ്ങനെ എൻ്റെ അകത്ത് പെട്ട ജീവികളെ, മീനും ഉണ്ടാവും, അതുപോലെ മത്സ്യങ്ങളും. അപ്പോൾ ഹിമക്കരടി എന്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാന്റ്സിലൊക്കെ, അവൻ 2 മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസായിട്ട് ഇടിക്കും, തല കൊണ്ടിടിക്കും, മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ഇടിച്ച് ഐസ് പൊട്ടിക്കും. ഐസ് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത്. ഈ ഹിമക്കരടിനെ കൊണ്ട് കാഴ്ച ബംഗ്ലാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിംഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എറിഞ്ഞു കൊടുത്താൽ 6 മാസം കഴിയുമ്പോൾ ഈ ഹിമക്കരടി ചത്തുപോകും. കാര്യം എന്താണ്? അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സസൈസ് കിട്ടത്തില്ല. അത് കാരണം സയൻറ്റിസ്റ്റുകൾ ഹിമക്കരടിയെ കാഴ്ചബംഗ്ലാവ് കൊടുക്കുമ്പോൾ ഇവൻ എങ്ങനെയാണ് ധ്രുവപ്രദേശത്ത് ഇറച്ചി കഴിച്ചത്, അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസുണ്ടയൊക്കെയാണ് കൊടുക്കുന്നത്. ഇടിച്ച് പൊട്ടിച്ച് 10 മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് ഇതിൻ്റെ ഇറച്ചി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തളർന്ന് കുടിഞ്ഞ് മടങ്ങിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്. ക്യാപ്സ്യൂൾ കാറ്റഗറിസത്തിന് ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നിങ്ങൾ മുതിർന്നതനുസരിച്ച് ഇതുപോലുള്ള വചനങ്ങൾ കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമാണ്, ഞങ്ങൾക്ക് വീട്ടിൽ ജപമാല ഉണ്ട് എന്ന് പറഞ്ഞ് മസ്തി പിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവന് ഒരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരുത്ത് നേടിയിട്ടുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പല കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പേരിലാണ് ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്ന് മുതലേ ഉള്ളതാണ്.
ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ അതൊക്കെ എന്തിനാ സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഹിമക്കരടി ഇടിച്ചറച്ച് അതിൻ്റെ ഇരയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ്, നിങ്ങളെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത്. കന്യാസിമാരെ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വരാൻ പോകുന്നതിനേക്കാൾ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ്. ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അനുഗ്രഹിക്കട്ടെ.